തിരുമൂലദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ സൽപുത്ര മാർഗത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. സൽപുത്ര മാർഗമെന്ന് വച്ചാൽ ഭഗവാൻ ശിവനെ പിതാവായി കണ്ട് ആരാധിക്കുന്ന, രക്ഷകനായി കരുതുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഇവിടെ സാധകൻ വച്ച് പുലർത്തുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ, മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ, തൻ്റെ ആൾട്ടർ ഈഗോ, അതായത് പിതൃ പ്രതീകം, പിതൃസത്ത എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഭഗവാനെ കാണുന്ന ഒരു അവസ്ഥാവിശേഷമാണിത്. ഇതുകൊണ്ട് ഭക്തന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം, ഒരു പിതാവ് എപ്രകാരമാണോ തൻ്റെ മകനെ പരിപാലിച്ച് പോഷിപ്പിച്ച് ഉന്നത നിലയിലേക്ക് എത്തിക്കുന്നത്, അതേപോലെ ഭഗവാൻ ശിവൻ തൻ്റെ സാധകനെ ഏറ്റവും ഉയർന്ന ശിവസായുജ്യത്തിലേക്ക്, ശിവലോകത്തിലേക്ക്, ശിവമാർഗത്തിലേക്ക് നയിക്കും എന്നാണ് ഈ ഭക്തന്മാർ കരുതുന്നത്. അപ്പോൾ സൽപുത്രമാർഗം പിതാവും പുത്രനും എപ്രകാരം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവോ, അതേപോലെ ശിവനും സാധകനും തമ്മിൽ ഒരു പിതൃപുത്ര ബന്ധത്തിലൂടെ സാധനാ തലത്തിലേക്ക് ഉയരുകയും അങ്ങനെ ശിവസായുജ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു മഹനീയമായ അവസ്ഥാവിശേഷമാണ് നാം ഇവിടെ കാണുന്നത്. തമിഴ് സിദ്ധന്മാർ തിരുജ്ഞാന സംബന്ധരെയാണ് ഈ സൽപുത്ര മാർഗത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായിട്ടും സൽപുത്ര മാർഗത്തിന് ഉദാഹരണം എന്തുകൊണ്ടാണ് തിരുജ്ഞാന സംബന്ധരെ തിരഞ്ഞെടുത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള കാരണം നമുക്ക് വ്യക്തമാണ്. അതായത് വളരെ കുട്ടിക്കാലത്ത് 3 വയസ്സ് പ്രായമായപ്പോൾ ഒരു ദിവസം വെളുപ്പിന് ഈ തിരുജ്ഞാന സംബന്ധർ എന്ന കുട്ടി ഉണർന്നപ്പോൾ അച്ഛൻ ശിവക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോവുകയാണ്. കുഞ്ഞ് കിടന്ന് കരഞ്ഞു, എനിക്കും അച്ഛൻ്റെ കൂടെ പോകണം. അങ്ങനെ പിതാവിൻ്റെ കൂടെ ഈ കുട്ടിയും ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചതിന് ശേഷമായിട്ടാണ്, തേവാരമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ശിവക്ഷേത്രത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. അങ്ങനെ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ ഇരുട്ട് നിറഞ്ഞ സമയമാണ്. ഈ കുട്ടിയെ കരക്കിരുത്തി അച്ഛൻ കുളിക്കാൻ വേണ്ടി അമ്പലക്കുളത്തിൽ ഇറങ്ങി കുളിക്കുകയും തേവാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം പിടിച്ചു. അപ്പോൾ ഈ കുഞ്ഞിന് ഭയം തോന്നി, നിറയെ ഇരുട്ടാണ്. അപ്പോൾ ഈ കുഞ്ഞ് അച്ഛ എന്നും അമ്മേ എന്നും വിളിച്ച് കരയാൻ തുടങ്ങി. കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിട്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് ശിവഭഗവാനും പാർവതി ദേവിയും ഈ കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ആ സമയം ശിവഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞു, ഈ കുഞ്ഞ് കരയുന്നത് വിശന്നിട്ടായിരിക്കും, അതുകൊണ്ട് മുലപ്പാൽ കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാർവതി ദേവിയിൽ നിന്ന് മുലപ്പാൽ ഈ 3-ാം വയസ്സിൽ ഈ കുട്ടി നുകർന്നു. അത് ജ്ഞാനാമൃതമായിരുന്നു അത്രേ. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ പിതാവ് കുഞ്ഞിൻ്റെ ചുണ്ടത്തിരിക്കുന്ന പാല് കാണുന്നു. അപ്പോൾ നിനക്കാരാണ് ഇത് തന്നത് എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ദാ ആ പോകുന്ന അപ്പനും അമ്മയുമാണ് എനിക്ക് ഈ കരച്ചിൽ മാറ്റിക്കൊണ്ട് പാർവതി ദേവി പാല് നൽകിയത് എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ തിരുജ്ഞാന സംബന്ധർ ഒരു തേവാരം പാടുകയാണ്. ഓർക്കുക, 3-ാമത്തെ വയസ്സിലാണ് ഈ തേവാരം ആദ്യമായി ഈ കുളക്കടവിൽ നിന്ന്, അമ്പലക്കുളത്തിൻ്റെ കടവിൽ നിന്നുകൊണ്ട് ആ കുട്ടി ആലപിക്കുന്നത്. അച്ഛനോട് പറഞ്ഞു, ദാ നോക്കൂ, ആകാശത്ത് പോകുന്നത് ആരാണെന്ന് നോക്കൂ, അദ്ദേഹമാണ് എന്നെ ആശ്വസിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് തോടുടയ ചെവിയൻ എന്ന് പറഞ്ഞ ഒരു പാടൽ ഈ 3 വയസ്സുള്ള കുട്ടി പാടിയത്രേ. അതിനുശേഷം ജ്ഞാനാമൃതം നികർന്ന ഈ ജ്ഞാനസംബന്ധരെ
ജനങ്ങൾ പാടിപ്പുകഴ്ത്തി. ആ കുട്ടിയെ തന്നെ ആ സമയം ആൾക്കാർ ഒരുപാട് കൂടി അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോയി ആ ക്ഷേത്രത്തിലും വച്ച് ഈ 3 വയസ്സുകാരൻ ശിവഭഗവാനെ പാടി പുകഴ്ത്തുന്ന തേവാരങ്ങൾ പാടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വലിയ ജനാവലിയോടുകൂടി ഈ പിതാവും പുത്രനും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അന്നു മുതൽ ശിവപാർവതിമാരെ ഇദ്ദേഹം അച്ഛനും അമ്മയും എന്ന നിലയിലാണ് ഈ കുഞ്ഞ് കാണാൻ തുടങ്ങിയത്. പിന്നെ ജീവിതകാലം അത്രയും ശിവഭഗവാനെയും അതേപോലെ പാർവതി ദേവിയെയും അച്ഛൻ്റെയും അമ്മയുടെയും രൂപത്തിലാണ് ഈ കുഞ്ഞ് ആരാധിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ജീവിതകാലം അത്രയും സത്പുത്ര മാർഗത്തിൽ കുടികൊള്ളുകയാണ് തിരജ്ഞാന സംബന്ധർ ചെയ്തത്. ഇദ്ദേഹത്തെ ആ നാട്ടുകാർ വിളിച്ചിരുന്നത് ബാലയോഗി എന്നാണ്. വളരെ കുറച്ച് കാലമേ ഇദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ. ബാലയോഗി എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ജനങ്ങൾ. നമുക്ക് സൽപുത്ര മാർഗത്തിലേക്ക് കിടക്കാം. ആ സൽപുത്ര മാർഗത്തിലെ കവിത നോക്കൂ. പൂജിക്ക് ഗുരുവിനെ സ്തുതിക്കുക, പോറ്റി ചെയ്യുക, ആജവത്തോടെ ചെയ്യൂ തപസ്സും സത്യമായി, സത്യവാർത്തയും പാപരാഹിത്യം പരിശുദ്ധി ഒത്ത് സന്മാർഗത്തിൽ മുഴുകി സൽപുത്ര മാർഗത്തിൽ ചരിക്കൂ എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. പൂജിക്കുക, ഈശ്വരനെ പൂജിക്കുക, ഗുരുവിനെ സ്തുതിക്കുക, പോറ്റുക, ആജവത്തോടെ തപസ് ചെയ്യുക, സത്യനിഷ്ഠ പാലിക്കുക, സത്യവാർത്തയും പാപരാഹിത്യവും പരിശുദ്ധിയും ജീവിതത്തിൽ കൊണ്ട് നടത്തുക. അങ്ങനെ സന്മാർഗ വീഥിയിലൂടെ സൽപുത്ര മാർഗത്തിലൂടെ ജീവിക്കുക എന്നാണ് തിരുമൂലദേവൻ ആദ്യ പാടലിൽ പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ. ഗുരുവേ ശിവമെന്ന് ചൊല്ലിനാൻ നന്ദി മുന്നം, ഗുരുവേ ശിവമെന്ന് കണ്ടവ തന്നെ ആരോ, ഗുരുവേ ശിവനും നല്ല രാജാവുമായി നിൽക്കും, ഗുരുവേ ചൊല്ലിക്കേട്ടോർ സർവജ്ഞരായിത്തീരും. ഗുരുവേ ശിവനെന്ന് ചൊല്ലിനാർ നന്ദി മുന്നം. നന്ദിദേവൻ തൻ്റെ ഗുരുവായ നന്ദി ഭഗവാൻ തന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഗുരു ആരാണ്? ശിവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവേ ശിവമെന്ന് കണ്ടവർ തന്നെ ആരോ, ഗുരുവേ ശിവനും നല്ല രാജാവുമായി നിൽക്കും. അപ്പോൾ ശിവനെ ആരാണോ ഗുരുവായി കരുതുന്നത്, ഭഗവാൻ ശിവനെ തന്നെ ആദ്യ ഗുരുവായിട്ട് ആരാണോ ദർശിക്കുന്നത്, ആരാണോ കരുതുന്നത്, ആ ഗുരുവിനെ ചൊല്ലിക്കേട്ടോ സർവജ്ഞരായിത്തീരും. സർവജ്ഞാനവും അദ്ദേഹത്തിന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ സൽപുത്ര മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സർവജ്ഞാനമാണ്. അതുകൊണ്ടാണ് സംബന്ധരെ തിരുജ്ഞാന സംബന്ധർ എന്ന് പേര് വിളിക്കുന്നത് തന്നെ. ജ്ഞാനത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ഈ ബാലയോഗി. വളരെ കുറച്ച് കാലമേ ഭൂമിയിൽ ജീവിച്ചുള്ളൂ എങ്കിലും അനേകം പാടലുകൾ, ശിവസ്തുതികൾ പാടി സ്തുതിച്ച് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയ ഒരു മഹാബാലയോഗിയാണ് തിരുജ്ഞാന സംബന്ധർ. ഇതാണ് സൽപുത്ര മാർഗത്തിൽ പറയുന്നത്. ഇനി അടുത്തത് ദാസമാർഗം. ഈശനെ തൊഴും വീണ് കുമ്പിടും കരുണയ്ക്കായിട്ട് ഈശനെ എല്ലാ നാളും നല്ല പോൽ സ്തുതിക്കും ഞാൻ, ആകയാൽ കുത്തായി നിങ്ങളും പുഷ്പം തൂകി ഈശ്വരൻ്റെ ആശിസ്സേറ്റിടുന്നു. ദാസമാർഗം. ഇനി ദാസമാർഗത്തെ പറ്റിയാണ് അടുത്തതായിട്ട് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ദാസമാർഗം എന്ന് വെച്ചാൽ താനൊരു ദാസനാണെന്നും ശിവൻ യജമാനനാണെന്നുമുള്ള ആ ഭാവത്തിൽ പാടിപ്പുകഴ്ത്തുന്ന ശ്ലോകങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. ഈ ദാസമാർഗത്തിന് ഉദാഹരണമായിട്ട് അപ്പരുടെ ജീവിതത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈ ദാസമാർഗത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചും അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.